വടക്കൻ കേരളത്തിലും മഴ ശക്തമാണ്. കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ശക്തമായ കാറ്റിൽ വടകര വില്യാപ്പള്ളിയിൽ തെങ്ങ് കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പവിത്രൻ എന്നയാളാണ് മരിച്ചത്. മലപ്പുറം വാലില്ലാപ്പുഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. 1.5 മാസം പ്രായമായ കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാലില്ലാപ്പുഴ സ്വദേശി അജി അലീന ദമ്പതികളുടെ മകൾ അൻഹാക്കാണ് പരിക്കേറ്റത്. ഇതോടൊപ്പം തന്നെ വലിയ നാശനഷ്ടമാണ് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ വർഷം വലിയ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വിലങ്ങാട് മഞ്ഞച്ചീളിയിൽ നിന്ന് 9 കുടുംബങ്ങളെയാണ് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ശനിയാഴ്ച മണ്ണിടിച്ചിലുണ്ടായ പന്നിയേരി ഉന്നതിയിലെ വീട്ടുകാരെയും നാട്ടുകാർ ഇടപെട്ട് മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ തൊട്ടിൽപ്പാലത്ത് കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ കരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞു. തീരത്തുള്ള 14 പേരെയാണ് ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചത്. കനത്ത മഴയിലും കാറ്റിലും കൊയിലാണ്ടി നടേരി കടവ് പള്ളിക്ക് സമീപം മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടി. രാജീവ് ഉന്നതി, നടേരി സൗത്ത് എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വയനാടും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മേപ്പാടി ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടങ്ങളോട് അതീവ ജാഗ്രത പുലർത്താനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്.